ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ആയുർവേദത്തിലുള്ള ഒരു മെഡിസിനായ മഞ്ചിഷ്ട ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മഞ്ചിഷ്ടയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിൻ്റെ ഇരുണ്ട നിറം ഒക്കെ മാറ്റി മുഖം നല്ല ബ്രൈറ്റാക്കും. അതുപോലെ തന്നെ നമ്മുടെ കരിമങ്കല്യമൊക്കെ മാറ്റും. നമ്മുടെ മഞ്ചിഷ്ടം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറുത്ത പാടുകൾ മാറ്റും, മുഖക്കുരു വന്ന പാടുകൾ മാറ്റും. അതുപോലെ കറുത്ത വരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റാക്കും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ വരുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി നമ്മുടെ കഴുത്തൊക്കെ നല്ല നീറ്റാക്കും നമ്മുടെ മഞ്ചിഷ്ടം. നമുക്കിത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഈ മഞ്ചിഷ്ട ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട, നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഈ മഞ്ചിഷ്ട ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ മഞ്ചിഷ്ട നമ്മൾ ആയുർവേദ മെഡിസിനുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ മഞ്ചിഷ്ട ലിപ് ബാം ഉണ്ടാക്കുന്നതിന്, അതുപോലെ ക്രീമുകൾ ഉണ്ടാക്കുന്നതിന്, അങ്ങനെ ഓയിലുകൾ ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനകത്ത് നമ്മുടെ ഈ മഞ്ചിഷ്ട ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഗുണമുള്ള ഒരു മെഡിസിനാണ്, ആയുർവേദ മെഡിസിനാണ് ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചേർത്താണ് നമ്മൾ ഈ മഞ്ചിഷ്ടയിൽ എന്തൊക്കെ ചേർത്താണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഈ മഞ്ചിഷ്ട ഉണ്ടാക്കുന്നതെന്ന്, മഞ്ചിഷ്ട വെച്ചുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. നമുക്ക് കുറച്ച് മഞ്ചിഷ്ട പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മുഖത്തും കഴുത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ മുഖത്തും കഴുത്തിനും പുരട്ടുന്നതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള മഞ്ചിഷ്ട പൗഡർ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേനാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തേൻ കുറച്ച്, ഓരോരുത്തർക്കും എന്തോരം ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ആ ആവശ്യത്തിനുള്ള തേന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അലോവേര ജെല്ലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ് വാട്ടറാണ് വേണ്ടത്. നമുക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് യോജിപ്പിക്കാം. നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. നമുക്ക് മുഖത്ത് പുരട്ടാൻ പാകത്തിന് നമുക്ക് ഉള്ളൊരു രൂപത്തിൽ നമുക്കിത് കിട്ടണം. കണ്ടില്ലേ, നന്നായിട്ട് ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നന്നായിട്ട് നമ്മൾ കഴുകണം. നമ്മുടെ മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഞാൻ എൻ്റെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനെൻ്റെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണേ.
നമുക്ക് നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും ഉള്ള ഭാഗവും നമ്മൾ വിട്ടു കൊടുക്കണം. എന്നിട്ട് ബാക്കി ഭാഗമെല്ലാം നമുക്ക് ഇത് ഈ പായ്ക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. നമ്മൾ കഴുത്തിലും ഒക്കെ പുരട്ടി കൊടുക്കാം. കുറഞ്ഞത് ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മൾ ഈ പായ്ക്ക് നമ്മുടെ മുഖത്ത് വച്ചേക്കണം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 15-20 മിനിറ്റെങ്കിലും വച്ചേക്കണം കേട്ടോ. നമ്മുടെ കരിമങ്കല്യം മാറുന്നതിനൊക്കെ നല്ല ഇതാണ്. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ്. നമുക്ക് ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ, ദിവസം ഉപയോഗിക്കേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ്. നോക്കിക്കേ, കണ്ടോ, ഡാർക്ക്നെസ്സിനൊക്കെ നല്ലൊരു മാറ്റമില്ലേ, ഒരു ഫ്രഷ് ലുക്ക്. നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡാർക്ക്നെസ്സും ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഡാർക്ക്നെസ്സും എല്ലാം മാറി നല്ല മുഖം നല്ല തിളക്കമായിട്ട് മാറും, ബ്രൈറ്റ് ആവും. കണ്ടില്ലേ? അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ തുടരെ കുറച്ചൊന്ന് വീഡിയോസ് ഇടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.